ഹലോ ഗായ്സ്, ഇന്ന് ഞാനാണെങ്കിൽ കാസിൽ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ S1 കയറി. S1 എന്ന് പറയുന്നത് ട്രെയിനാണ്. അത് കയറി മോശ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിറങ്ങി. ഞാൻ അവിടെ ഇറങ്ങിയിട്ടൊരു ട്രാമാണ് വെച്ചത്. 51 എന്ന് പറയുന്നത് ഒരു 7 സ്റ്റോപ്സ് കഴിഞ്ഞിട്ടൊരു 7 സ്റ്റോപ്സ് ഒരു ലോങ് ഡ്രൈവായിരുന്നു. നല്ല രസമായിരുന്നു. സൈൻസ് ക്ലീനായിട്ട് ഇരിക്കണം. ഒരു 4-5 മന്ത്സ് മാത്രമേ ഉള്ളൂ. ഒരു 3-4 വീക്സ് കഴിയുമ്പോൾ തുടങ്ങും. ഞാനിങ്ങനെ നടക്കുമായിരുന്നു. അപ്പം എല്ലാവരും തന്നെ പുറത്ത് സൈറ്റ് സീയിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും കപ്പിളായിട്ടും സിംഗിളായിട്ടും അവരുടെ ഡോഗ്സിനെ ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇന്ന് ചേച്ചിനെ കൊണ്ട് ഒരു 2-3 പിക്സൊക്കെ എടുപ്പിച്ചു. ചേച്ചി എന്നെ കൊണ്ട് എടുപ്പിച്ചു. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഞാൻ ആ പാർക്കിൽ കൂടെയൊക്കെ നടന്നിട്ട് കാസിലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി നടക്കാൻ തുടങ്ങി. എന്തൊക്കെയോ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കാനുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഭയങ്കര നല്ല ഭംഗിയായിരുന്നു. നിങ്ങളെത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, കുട്ടിക്കുറുബി സൂഫി കൊച്ചി ടി വിയിലുള്ളൊരു കാർട്ടൂണായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു വൈബ് പോലെയും ഡിജിറ്റൽ അങ്ങനത്തെ ഒരു വൈബായിരുന്നു അവിടെ. റിയലി ബ്യൂട്ടിഫുള്ളായിരുന്നു. എന്നിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇവിടെ സെയിലൊക്കെ നടക്കുന്നുണ്ട്. ക്യൂട്ട് കപ്സും പേപ്പർ വെയ്റ്റ്, കാലറ്റബിൾസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്, ഫെഡറൽ സാധനങ്ങൾ. അവിടെ ഇങ്ങനെ ഞാൻ കയറി വന്നപ്പോൾ ആദ്യമേ കണ്ടതൊരു പാട്ട് ചെയ്യുന്ന സാധനമായിരുന്നു. അതിങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പം പാട്ട് ചെയ്യും. നല്ല രസമുണ്ടായിരുന്നു. അതിന് കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഒരു ഡിഫറെൻ്റ് ഇങ്ങനെ കറക്കുമ്പം പാട്ട് കേൾക്കുന്ന ഞാൻ കുറച്ച് നേരം അത് കളിച്ചുകൊണ്ടിരുന്നു. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പൈസ കാരണം ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ഇച്ചിരി നേരം അവരുടെ എല്ലാം കണ്ട് നടന്നു. എല്ലാ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് നടന്നു. എന്നിട്ട് ഞാൻ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ഗാർഡൻ, നല്ല ഭംഗിയുള്ളത്. കുറേ പേര് അവിടെ വന്നിരുന്ന് സൈറ്റ് സീയിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ പേര് അതിൻ്റെ നടുക്കായിട്ടൊരു ഫൗണ്ടൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു. നല്ല ഫൗണ്ടൻ കാര്യങ്ങളും ഒക്കെ. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പം ബെഞ്ചിൽ പോയിരുന്നു. and സ്കൈ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. സ്കൈയിൽ ഏതാണ്ടോ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത്ര സൂപ്പറായിട്ട് ഇരിക്കുകയായിരുന്നു.